സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വളർച്ച മുരടിക്കാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ ചില നേതാക്കളുടെ മനോഭാവവും പ്രവൃത്തിയുമൊക്കെ കൊണ്ടായിരുന്നു. ഇപ്പോൾ ബി.ജെ.പി ചരിത്രത്തിലാദ്യമായി ഒരു ലോക്സഭാ സീറ്റ് കരസ്ഥമാക്കുകയും 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും വോട്ട് വിഹിതം 20% ഉയർത്തുകയും ചെയ്തിട്ടും ചില പഴയ നേതാക്കൾ ബി.ജെ.പിയുടെ അടിവേര് മാന്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ പാർട്ടി വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകും. തൃശൂരിൽ 75,000 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷം നേടി വിജയിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ബി.ജെ.പി നേതാവോ പ്രവർത്തകനോ അല്ലെന്നും സിനിമയിൽ നിന്നു രാഷ്ട്രീയത്തിൽ വന്ന വ്യക്തി മാത്രമാണെന്നുമായിരുന്നു ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി.കെ. പത്മനാഭന്റെ വിമർശനം. ഒരു പ്രാദേശിക വാർത്താ ചാനലിനോട് പ്രതികരിക്കവെയായിരുന്നു സി.കെ.പിയുടെ ഈ ചൊറിച്ചിൽ. ബി.ജെ.പിയിലേക്ക് ആളുകൾ വരുന്നത് അടിസ്ഥാനപരമായ ആദർശത്തിന്റെ പ്രേരണ കൊണ്ടല്ലെന്നും അധികാരം മോഹിച്ചാണെന്നും കൂടി ഇദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. സി.കെ.പിയുടെ ഈ വിവാദ പരാമർശങ്ങൾക്കെതിരെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം സുരേഷ് ഗോപി കടുത്ത അതൃപ്തിയിലാണെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. സി.കെ. പത്മനാഭൻ തനിക്കെതിരെ നടത്തിയ പരാമർശത്തിലെ അതൃപ്തി സുരേഷ് ഗോപി പാർട്ടി ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പാണ്. തൃശൂരിൽ ബി.ജെ.പിക്കായി ജയം നേടിയിട്ടും സി.കെ. പത്മനാഭനെ പോലുള്ളവർ നടത്തുന്ന അവഗണനാ പ്രസ്താവനയിലെ വേദനയാകും സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് പങ്കുവയ്ക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രതിഷേധം അറിയിക്കും. സി.കെ.പി എന്ന് വിളിക്കുന്ന സി.കെ. പത്മനാഭന്റെ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന നിലപാടാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിനുമുള്ളത്. പക്ഷേ സി.കെ. പത്മനാഭന്റെ പരാമർശത്തെക്കുറിച്ച് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടില്ല. അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കാനാണത് എന്നാണ് മനസ്സിലാകുന്നത്. എങ്കിലും ഇക്കാര്യത്തിലൊക്കെ കർശനമായ താക്കീതുകൾ പാർട്ടി അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. ഇന്ദിരാമാതാവായി സുരേഷ് ഗോപിയുടെ രീതിയെ അംഗീകരിക്കാനാകില്ലെന്നും പത്മനാഭൻ പറഞ്ഞിരുന്നു. ഇതാണ് സുരേഷ് ഗോപിയെ വേദനിപ്പിച്ചത്. ഇക്കാര്യത്തിലുള്ള തന്റെ വിശദീകരണം സുരേഷ് ഗോപി നേരത്തെ നൽകിയിരുന്നതാണ്. പിന്നെയും അതെടുത്ത് വിവാദമാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നാണ് സുരേഷ് ഗോപിയുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ ചോദിക്കുന്നത്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു നടക്കുന്ന ആളുകളാണ് ബി.ജെ.പി പ്രവർത്തകർ. സുരേഷ് ഗോപി ആകട്ടെ ഇന്ദിരാഗാന്ധിയെ ഭാരത മാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് അംഗീകരിക്കാനാവില്ലെന്നാണ് പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സി.കെ.പി വിമർശിച്ചത്. ബി.ജെ.പിയിലേക്ക് ആളുകൾ വരുന്നത് അടിസ്ഥാനപരമായ ആദർശത്തിന്റെ പ്രേരണ കൊണ്ടല്ലെന്നും അധികാരം മോഹിച്ചാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ബി.ജെ.പി ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടിയെയും സി.കെ.പി പേരെടുത്ത് വിമർശിച്ചിരുന്നു. അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ആളുകൾക്ക് ബി.ജെ.പിയിലേക്ക് വരുന്നതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ പാർട്ടിക്കല്ല. അധികാര രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും സി.കെ.പി ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.